അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് മൊഡ്യൂൾ 6 കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ, ദാറ്റ് ഇസ് CFF കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഫീൽഡ് വിഷ്വലൈസേഷൻ ആൻഡ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പം ഒപ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്ലോ ഫീൽഡ് ഉണ്ടെങ്കിൽ, അതായത് ഒരു പൈപ്പിനകത്തൂടെ വെള്ളം ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ by using certain optical methods. Optical means, for example, light പോലത്തെ ഒപ്റ്റിക്കൽ മീൻസ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഡെൻസിറ്റി വേരിയേഷൻ, അതായത് ഇപ്പോൾ ഒരു ഡെൻസിറ്റി വേരി ചെയ്യുകയാണ്, ഫ്ലോ നടക്കുമ്പോൾ ഡെൻസിറ്റി വേരി ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫ്ലോ ഫീൽഡിന് ഡെൻസിറ്റി വേരി ചെയ്യുകയാണ്. അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വി ആർ യൂസിങ് ഒപ്റ്റിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഫ്ലോ ഫീൽഡ്, അതായത് ഫ്ലോ ഫീൽഡിനകത്ത് നമ്മൾ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒപ്റ്റിക്കൽ മെത്തേഡ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡെൻസിറ്റി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോയിനകത്തുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷനാണ്. അതായത് ഇപ്പം ലിക്വിഡിനകത്തുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നതും ഡെൻസിറ്റി വേരി ചെയ്യുന്നതും ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒപ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള മെത്തേഡ്സും ഒപ്റ്റിക്കൽ മെത്തേഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒപ്റ്റിക്കൽ മെത്തേഡിലൊന്നും നമ്മൾ ഒരു സാധനവും ഈ ഫ്ലോ ഫീൽഡിനകത്തോട്ടൊന്നും കുത്തി കയറ്റുന്നില്ല. അതായത് ഈ പൈപ്പിനകത്ത് വെള്ളം ഫ്ലോ ചെയ്യുന്ന ഈ പൈപ്പിനകത്ത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും കുത്തി കയറ്റുന്നില്ല. അതാണ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ഫസ്റ്റ് വൺ ഷാഡോ ടെക്നിക്കാണ്. അപ്പോൾ ഷാഡോ ടെക്നിക്ക് എന്ന് പറയുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോളിമേറ്റിംഗ് ലെൻസസ് ആണ്. ഓക്കെ, നമ്മൾ ഈ കോളിമേറ്റിംഗ് ലെൻസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വരുന്ന ലെൻസ് പാരലൽ ബീംസിനെ നമ്മൾ നേരെ ടെസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പം ഒരു ഗ്ലാസ് ട്യൂബിനകത്തൂടെ വെള്ളം ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് വിത്ത് റെസ്പെക്ട് ടു എയർ. അപ്പോൾ എന്ത് ചെയ്യും, ലൈറ്റിന് ചെറിയ ബെൻഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ ചെന്ന് അപ്പുറത്തെ സ്ക്രീനിൽ ചെന്ന് വീഴും. ഓക്കെ, അപ്പുറത്തെ സ്ക്രീനിൽ ചെന്ന് വീഴും. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോയിൻ്റെ ഷാഡോ നമുക്ക് അപ്പുറത്തെ പടത്തിൽ കിട്ടും. അപ്പം ദ വേരിയിങ് ഡിഗ്രി ഓഫ് ബ്രൈറ്റ്നസ്, അതായത് ഈ ഫ്ലോ കാരണം ബ്രൈറ്റ്നസ്സിന് ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ വേരിയിങ് ഡിഗ്രി ഓഫ് ബ്രൈറ്റ്നസ് ഇസ് ദ മെഷർ ഓഫ് വേരിയേഷൻ ഇൻ ഡെൻസിറ്റി ഫീൽഡ്. അതായത് ഡെൻസിറ്റി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേരിയേഷൻ ഇൻ ബ്രൈറ്റ്നസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ എക്വിപ്മെൻറ്റ് എന്ന് പറയുമ്പം ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ടു ഓപ്പറേറ്റ് ആണ്. ഇറ്റ് ഇസ് നോൺ ആസ് ഷാഡോഗ്രാഫ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഷാഡോഗ്രാഫ്. ഓക്കെ, അടുത്തതാണ് ഇൻ്റർഫെറോമീറ്റർ ടെക്നിക്ക്. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അതായത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഷാഡോ ആണ് അനലൈസ് ചെയ്തെങ്കിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെൻസിറ്റി വേരിയേഷൻ. അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻ്റർഫെറോമീറ്റർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിഡോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫെറോമീറ്റർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ Mach-Zehnder Interferometer ടെക്നിക്കാണ്. ഓക്കെ, അതിൻ്റെ സെറ്റപ്പ് ആ PDF-നകത്തുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന Mach-Zehnder Interferometer ആണ്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫെറോമീറ്റർ സെറ്റപ്പാണ്. നമ്മുടെ പടം ഒരു ലെൻസ് ഉണ്ട്, ഒരു മിററുണ്ട്, പിന്നെ രണ്ട് റീജിയൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സെക്ഷനും മറ്റേതിനകത്ത് റെഫറൻസ് സെക്ഷനുമാണ്. പിന്നെ രണ്ട് സ്പ്ലിറ്ററും വെച്ചിട്ടുണ്ട്, രണ്ട് കുറേ മിറേഴ്സും ഉണ്ട്, പിന്നെ സ്ക്രീനും ഉണ്ട്. അപ്പം സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർഫെറോമീറ്റർ നമ്മൾ മെട്രോളജി പഠിച്ചായിരുന്നു. സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റും ചെയ്യപ്പെടും. കുറച്ച് പകുതി പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും, പകുതി പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഈ റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു സൈഡിൽ കൂടെ റെഫറൻസും ഒരു സൈഡിൽ കൂടെ ടെസ്റ്റ് സെക്ഷനുമാണ്. അപ്പോൾ റെഫറൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒഴിഞ്ഞൊരു പാത്രമായിരിക്കും, അല്ലെങ്കിൽ സാധാരണ ഒരു വെള്ളമായിരിക്കും യൂസ് ചെയ്യുന്നത്. മറ്റേ ടെസ്റ്റ് സെക്ഷനകത്തൂടെ നമ്മൾ ഫ്ലോ ഫീൽഡാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ സി എന്ന് പറയുന്ന സ്പ്ലിറ്ററിൽ വന്നിട്ട് എ എന്ന് പറയുന്ന സ്പ്ലിറ്ററിൽ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ബി ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് റെഫറൻസ് സെക്ഷനിൽ കൂടെ പോകും. ഡിയിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ടെസ്റ്റ് സെക്ഷനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡി കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സി ചെന്നിട്ട് മിക്സ് ആയിട്ട് M2 പോകുന്നു. അപ്പം M2 റിഫ്ലക്റ്റ് ചെയ്ത് സ്ക്രീനിൽ പോകുന്നു. അവിടെ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സ്. പിന്നെ after emerging from the splitter, see the two parts of the light beam merge into one single coherent beam reaching mirror M2. Pattern of the illumination reflected on the screen would be uniform when there is no flow. Flow ഇല്ലെങ്കിൽ അവിടെ എന്താണ് യൂണിഫോം ആയിട്ട് രണ്ടും കൺവേർജ് ആയിട്ട് നിൽക്കുന്ന ഒരു ബീം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
when the flow is established in the test section, ടെസ്റ്റ് സെക്ഷനിൽ കൂടെ ഫ്ലോ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ഫേസ്. കാരണം രണ്ട് ഡിഫറെൻറ്റ് ബീമായിട്ട് മാറി നിൽക്കും. അത് വെച്ചിട്ട് നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് സ്ക്രീനിൽ കിട്ടും. in the flow field. This method requires expensive equipment വേണം നമുക്ക് ഇതിനകത്ത്, കുറച്ച് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് വേണം. അപ്പോഴാണ് സ്ക്ലീറൻ ടെക്നിക്ക് വരുന്നത്. സ്ക്ലീറൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2-3 മിറേഴ്സും ഒരു സ്ക്രീനും ടെസ്റ്റ് സെക്ഷനും പിന്നെ ഒരു നൈഫ് എഡ്ജുമാണ്. ഇവിടെ നമ്മൾ റെഫറൻസ് സെക്ഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ടെസ്റ്റ് സെക്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് സെക്ഷനകത്തൂടെ ഒന്നും പാസ് ചെയ്യുന്നില്ല, അവിടെ എയർ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈഫ് എഡ്ജ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോകുമ്പോൾ അതിനകത്തുള്ള കുറേ പോർഷൻ നൈഫിലും ബാക്കിയുള്ള പോർഷൻ സ്ക്രീനിലും ആയിട്ടായിരിക്കും വീഴുന്നത്. ഓക്കെ, അപ്പം ഡിഗ്രി ഓഫ് ബ്രൈറ്റ്നസ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ഗ്രേഡിയൻറ്റ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സെറ്റപ്പ് നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, നമ്മുടെ PPT അത് കിടപ്പുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ടു M2 M3 ആ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് നൈഫ് എഡ്ജ് ഈസ് ഇൻസേർട്ടഡ് അറ്റ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദ മിറർ M2ൻ്റെ ഫോക്കൽ പോയിന്റിൽ M2 മിറർ ഈസ് ഇൻ്റർസെപ്റ്റ് അബൌട്ട് ഹാഫ് ദ ലൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരണ സ്ക്ലീറൻ ടെക്നിക്കിന് കാര്യം പറഞ്ഞായിരുന്നു. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലോ സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലോ നടക്കുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ലൈറ്റ് ഇപ്പം ആദ്യമൊക്കെ നൈഫിലായിരിക്കും വീഴുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ദ റൈസ് ഓഫ് ലൈറ്റ് ആർ ഡിഫറെൻ്റ്ലി ഡിഫ്ലക്റ്റഡ് ഓൺ ദ എമൗണ്ട് ഓഫ് വേരിയബിൾ ഡെൻസിറ്റി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്ന് പറയുമ്പോൾ നൈഫിൽ വീഴുന്ന ലൈറ്റിൻ്റെ അളവ് കുറയും. Therefore, greater or lesser part of the light beam will now escape the knife edge, which gives a varying intensity of illumination on the screen. അപ്പോൾ സ്ക്രീനിൽ ഉണ്ടാകുന്ന ഇലുമിനേഷൻ കൂടുകയോ കുറയോ ചെയ്യാം. ഓക്കെ, അത് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത്. അത് പ്രഷർ മെഷർമെൻ്റ് ആണ്. നമ്മൾ ഡെൻസിറ്റി മെഷർമെൻറ്റ് കഴിഞ്ഞു, അടുത്ത പ്രഷർ മെഷർമെൻ്റ് ആണ്. അപ്പം അതിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രഷർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പ്രഷറുണ്ട്. സ്റ്റാറ്റിക് പ്രഷറുണ്ട്, സ്റ്റാഗ്നേഷൻ പ്രഷറുണ്ട്. അപ്പം എന്താണ് സ്റ്റാറ്റിക് പ്രഷറും എന്താണ് സ്റ്റാഗ്നേഷൻ പ്രഷറും? ഈ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, നമ്മൾ സാധാരണ നമ്മൾ പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മാനോമീറ്റർ അല്ലേ. മാനോമീറ്ററാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാനോമീറ്റർ, ബാരോമീറ്റർ ഇതൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിനകത്തൂടെ ഫ്ലൂയിഡ് പോകുമ്പം ആ പൈപ്പിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അവിടുത്തെ ഒരു ഫ്ലൂയിഡ് നമ്മൾ എടുത്തിട്ട് അവിടുത്തെ ഫ്ലൂയിഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് പ്രഷർ. അതായത് ഇപ്പം ഫ്ലൂയിഡ് ഫ്ലോ നടക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പം ആ ട്യൂബിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷനിലെ പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ, എന്നാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ അങ്ങനെയല്ല. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവിങ് ഫ്ലൂയിഡിനെ പെട്ടെന്ന് റെസ്റ്റിലേക്ക് കൊണ്ടുവരണം. അതായത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ബ്രോട്ട് ടു 0. അതായത് നമ്മൾ ഫ്ലൂയിഡിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് റിസർവോയർ കണ്ടീഷനിലേക്ക് നമ്മൾ ഈ ഫ്ലൂയിഡിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രഷർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ P0 അല്ലെങ്കിൽ P0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വരുന്ന ഫ്ലൂയിഡിനെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ മെർക്കുറിയാണ് നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് എങ്കിൽ നമുക്കതിനകത്ത് കിട്ടുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലാണ് നമുക്ക് കിട്ടുന്നത്. ആ വാല്യൂ നമ്മൾ സെൻറ്റിമീറ്റേഴ്സ് ഓർ മില്ലിമീറ്റേഴ്സ് ഓഫ് എയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ട്യൂബിൻ്റെ ഏതെങ്കിലും സൈഡിൽ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് അവിടെ നിന്നൊരു ട്യൂബ് എടുക്കും. ആ ട്യൂബിലേക്ക് ഈ ഫ്ലൂയിഡ് ഇറങ്ങി വന്ന് നേരെ എന്ത് ചെയ്യും, നേരെ ഈ മാനോമീറ്ററിനകത്തുള്ള മാനോമീറ്ററിനകത്ത് എന്താണ് ഒരു വർക്കിംഗ് ഫ്ലൂയിഡ്, ഫോർ എക്സാമ്പിൾ മെർക്കുറിയോ വെള്ളം എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് പ്രഷർ ഈ സർഫസ് വെള്ളത്തിന് മേളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കാരണം എന്ത് സംഭവിക്കും, ദർ വിൽ ബി എ ഡിഫ്ലക്ഷൻ ഇൻ ദ മാനോമീറ്റർ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എനി പോയിന്റ് ഇപ്പം കൺസിഡറിങ് ദ പ്രഷർ ഇൻസൈഡ് ദ പൈപ്പ് ഈസ് കോൺസ്റ്റൻറ്റ്, അങ്ങനത്തെ കേസിലാണ് എപ്പോഴും നമ്മൾ അങ്ങനെ സൈഡിൽ നിന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് പ്രഷർ അറ്റ് ദ ഇൻറ്റീരിയർ പോയിന്റ്, അതായത് ഈ ഫ്ലോ അകത്ത് നടക്കുമ്പം അകത്തുള്ള ഏതെങ്കിലും ഇൻറ്റീരിയർ പോയിന്റിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
in the flow can be measured by inserting a probe such that it does not disturb the flow streamline. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബിനെ പിടിച്ച് കയറ്റും. നമ്മുടെ ഈ എന്താ പറയുക, നോക്കൂ, നമ്മുടെ ഇതുപോലെ നമ്മുടെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് പോലെ, പിറ്റ് പോലെ. അപ്പം അതായത് ഈ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയറ്റി വയ്ക്കും, എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിറ്റോട്ട് ട്യൂബ് എന്ന് പറഞ്ഞാൽ പിറ്റോട്ട് ട്യൂബിനകത്ത് നമുക്ക് രണ്ട് മെഷർ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും, സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിറ്റോട്ട് ട്യൂബിൻ്റെ സൈഡിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കും. അതായത് ദിസ് ഹോൾ വിൽ ബി പാരലൽ ടു ദ ഫ്ലോ പ്ലെയിൻ. അതായത് വെള്ളം ഫ്ലോ ചെയ്യുന്ന അതേ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ പാരലായിട്ടായിരിക്കും ഈ ഹോൾ ഇരിക്കുന്ന പാരലായിട്ടായിരിക്കും. അതായത് വെള്ളം വന്ന് ഡയറക്റ്റ് വന്ന് കയറത്തില്ല. ഈ വെള്ളം പോകുന്ന വഴിക്ക് കുറച്ച് വെള്ളം ഇതിനകത്ത് കയറിയാലായി. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സ്റ്റാറ്റിക് പ്രഷർ. കാരണം ഇവിടെ ഫ്ലോയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഫ്ലോയിൻ്റെ വെലോസിറ്റി ഒന്നും ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല, റെസ്റ്റിലൊന്നും ആവാൻ പാടില്ല. ആ ഫ്ലോ നടക്കുന്ന അതേ പ്രഷർ, ആ ഫ്ലോ നടന്നുകൊണ്ടിരിക്കുമ്പം അപ്പോഴുള്ള പ്രഷറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബിനെ നമ്മൾ ഫ്ലോ ഡയറക്ഷന് ഈ പ്രോബ് ഇരിക്കുന്ന തോക്ക് പോലെ ഇരിക്കുന്നത്. ആക്ച്വലി പ്രോബ് എന്ന് പറഞ്ഞ് ആ തോക്കിൻ്റെ സൈഡിലായിട്ടാണ് ആക്ച്വലി ഈ ഓട്ടകൾ വരുന്നത്. ഓക്കെ, അപ്പം ഈ പ്രോബ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബിന് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം. അതായത് ഇപ്പോൾ ഫ്ലോ നടക്കുകയാണെങ്കിൽ ആ ഫ്ലോയിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഫ്ലോയിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം, പാരലായിരിക്കണം. അതിൽ നിന്ന് കുറച്ചിങ്ങനെ മിസ്അലൈൻമെൻറ്റ് വരാൻ പാടില്ല. അതിനെ പറയുന്നത് യോ ആംഗിൾ എന്നാണ്. YAW ആംഗിൾ. യോ ആംഗിൾ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, യോ ആംഗിൾ എപ്പോഴും 0 ആയിരിക്കണം. ഓക്കെ, അവിടെ പാരലൽ ടു ദ ഫ്ലോ ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റൂ. ദ സൈസ് ഓഫ് ദ ഹോൾസ് ആർ 0.25 to 2 millimeter ആണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർമെൻറ്റ്. അപ്പം ഇതേപോലെ തന്നെ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർമെൻറ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ഇതേപോലെയാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത്, ഏത് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഹോളെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഇതേപോലത്തെ നമ്മുടെ ഈ പ്രോബ് ഉണ്ടല്ലോ, ഈ പ്രോബിൻ്റെ സൈഡിലാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഹോൾ ഡ്രിൽ ചെയ്തത്. അപ്പോൾ ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹോൾ ഡ്രിൽ ചെയ്യേണ്ടത് സൈഡിലല്ല, നമ്മൾ ഡ്രിൽ ചെയ്യേണ്ട ഫ്രണ്ടിലാണ്. അപ്പം ഫ്രണ്ടിലെ ഹോൾ ഡ്രിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം അതുവഴി നേരിട്ട് കയറും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷറിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ വെള്ളം. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നടുക്ക് ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ഇസ് ദർ വിൽ ബി എ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക് പ്രഷർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നോക്കൂ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിക് പ്രഷർ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഐസെൻട്രോപിക് ഡീസിലറേഷൻ ഓഫ് ഫ്ലോ ടു 0 വെലോസിറ്റി ഒക്കെ ദ probe tip. So the reading of the probe directly gives the stagnation pressure at the location where the mouth of the tube is placed. This device is known as the Pitot tube. നമ്മൾ Pitot tube എന്ന് വിളിക്കും. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള Prandtl Pitot static probe എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഓപ്പണിംഗ് അറ്റ് ദ ഫ്രണ്ട്, ഓൾസോ അറ്റ് ദ സൈഡ്സ്. ഫ്രണ്ടിലുള്ള ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ മെഷറിംഗ് ദ സ്റ്റാഗ്നേഷൻ പ്രഷർ, എന്ന സൈഡിലുള്ള ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ മെഷറിംഗ് ദ സ്റ്റാറ്റിക് പ്രഷർ. അതായത് ഇതുവഴി ഫ്ലൂയിഡ് ഇറങ്ങിപ്പോയിട്ട് നേരെ നമ്മൾ മാനോമീറ്ററിനകത്ത് പോവുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് മാനോമീറ്ററിനകത്ത് എന്ത് കിട്ടും? പ്രഷർ വാല്യൂ കിട്ടും. അപ്പം വിളിക്കുന്ന Prandtl Pitot static probe എന്നാണ്. പക്ഷേ മേജർ പ്രോബ്ലം എൻകൗണ്ടേർഡ് ഇൻ ദിസ് പ്രോബ് ഈസ് ദ അലൈൻമെൻറ്റ് ഓഫ് ദ ട്യൂബ് വിത്ത് ദ ഫ്ലോ ഡയറക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞ യോ ആംഗിൾ 0 ആയിരിക്കണം. പക്ഷേ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് വ്യത്യാസം വരും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹോട്ട് വെയർ അനിമോമീറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ്. ഹോട്ട് വെയർ അനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടായിട്ടുള്ള വയറാണ്. അതായത് നമ്മൾ ഈ പൈപ്പിൻ്റെ സെക്ഷനകത്തൂടെ നമ്മളൊരു ചൂട് വയർ, അതിനകത്തൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യും. അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. I²RT ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും, വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് I/R/T, കറണ്ട്, റെസിസ്റ്റൻസ്, അതുപോലെ ടൈം. ഇത് മൂന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന അപ്പം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. അകത്തൂടെ നമ്മൾ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ, പൈപ്പിനകത്തൂടെ ഗ്യാസ് പാസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഇതിൻ്റെ ഹീറ്റ് വലിച്ചെടുക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ വഴിയാണ് ഹീറ്റ് വലിച്ചെടുക്കുന്നത്. അപ്പം നമുക്കറിയാം കൺവെക്ഷൻ കൂടും. എങ്ങനെ? ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. കാരണം Q = m.A Cp × T out - T in അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ T1 - T2 T2 - T1 അങ്ങനെയാണല്ലോ. അപ്പം എയറിനൊരു മാസ് ഫ്ലോ റേറ്റ് m.A നമ്മൾ പാസ് ചെയ്യുമ്പം ഇതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും. സാധാരണ കയറുന്ന എയർ എന്ന് പറയുമ്പോൾ ഒരു ആംബിയൻ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം നമ്മൾ ആ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് Q/Cp × T2 - T1 ചെയ്യുമ്പോൾ നമുക്ക് m.A കിട്ടും. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്.
ഇതിനകത്തിന് രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡും അതുപോലെ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡും. ആ സെക്ഷൻ്റെ പടം നിങ്ങൾ അതിനെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ട് വെയർ പ്രോബ് ഉണ്ട്. ഈ ഹോട്ട് വെയർ പ്രോബിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പം ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഹോട്ട് വെയർ പ്രോബ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസിൽ നമ്മൾ ആ ഒരു കറണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ആ മീറ്ററിൽ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാസ് പാസ് ചെയ്യുമ്പം ഓഫ് പർട്ടിക്കുലർ ഏതെങ്കിലും മാസ് ഫ്ലോ റേറ്റിൽ എയർ പാസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറയും, ഒരു ലിമിറ്റ് വരെ കുറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ആ വേരിയബിൾ റെസിസ്റ്റൻസിനെ കൂട്ടിക്കൊണ്ടുപോയി പഴയ കറണ്ടിലോട്ട് കൊണ്ടുവയ്ക്കും. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഇത്രയും കറണ്ട് കൂട്ടുകയാണ്. അപ്പം ആ കറണ്ടിന് ഇൻക്രീസ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ദ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയറിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ മറ്റിൽ കറണ്ട് വേരി ചെയ്യുകയാണ്. നമ്മൾ കറണ്ട് താഴോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും വേരി ചെയ്ത് വീണ്ടും പഴയ കറണ്ടിലോട്ട് എത്തിക്കുകയാണ്. നേരത്തെ ഇരുന്ന കോൺസ്റ്റൻറ്റ് കറണ്ടിൽ പഴയ ടെമ്പറേച്ചർ, പഴയ കറണ്ടല്ല പഴയ ടെമ്പറേച്ചർ, ആദ്യം ഏത് ടെമ്പറേച്ചറിലാണ് വയർ ഇരുന്നത് ആ പഴയ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ഇനി കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹോട്ട് വയർ പ്രോബിനകത്തൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എയർ പാസ് ചെയ്യുമ്പം ഇപ്പം ആ ഒരു വയറിൻ്റെ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഹോട്ട് വയർ ആയിരുന്നു. അപ്പം ഈ എയർ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഫോർ എ പർട്ടിക്കുലർ കറണ്ട് റെസിസ്റ്റൻസ് അങ്ങ് കുറയുമ്പം ആ റെസിസ്റ്റൻസിന് ഡിക്രീസ് വെച്ചിട്ട് നമ്മൾ അതിനെ റെസിസ്റ്റൻസ് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, വിൽ ബി ഫൈൻഡിങ് ദ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി എയർ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സംഭവം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ സെറ്റപ്പാണ്. നിങ്ങൾ ആ പടം നോക്കിയാൽ അതൊരു പടമാണ്. അതായത് എയർ വന്ന് കയറുന്ന ഒരു നോസിൽ, ഒരു ഡൈവേർജിങ് നോസിൽ കൂടെ വന്ന് കയറിയിട്ട് അതിൻ്റെ മറ്റേ അറ്റത്തായിട്ട് നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എയർ വന്ന് കയറുമ്പോൾ വാട്ട് വി ഡു ഇസ് വി വിൽ ബി ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റിംഗ് ദ കമ്മിങ് എയർ. എയർ വന്ന് കയറുന്ന എയറിനെ ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റ് ചെയ്തിട്ട് ഈ എയറിന് നേരെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെർമോമീറ്റർ കൊണ്ട് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ട്യൂബിനകത്ത് തന്നെ സൈഡിലായിട്ട് കുറേ വെൻറ്റ് ഹോൾസ് കാണും, അതുവഴി എയർ ഇറങ്ങി ഒന്ന് പോകും. അതാണ് നമ്മുടെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സെറ്റപ്പ്. ഓക്കെ, പിന്നെ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ സെറ്റപ്പ് നോക്കി പടവും വരച്ചു വെച്ചോളെ. പിന്നെ പറയുന്നത് കറക്ഷൻ ഫാക്ടറാണ്. ഓക്കെ, കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് ലോസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോസസും കൂടെ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് ഈ സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും നമ്മൾ ഈ മെഷർ ചെയ്യുന്ന സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലോ കുറയോ എന്തെങ്കിലും ഒക്കെ ലോസസ് കാണും. അപ്പോൾ നമ്മൾ ഈ ലോസസ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിനെ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ അത് ശരിക്കുള്ള സ്റ്റാറ്റിക് ടെമ്പറേച്ചറോ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറോ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ശരിക്കുള്ള സ്റ്റാറ്റിക് ടെമ്പറേച്ചർ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, അതിനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ KT, ദാറ്റ് ഈസ് കറക്ഷൻ ഫാക്ടർ, K_T ആണ് കറക്ഷൻ ഫാക്ടറിന് ഇത്. അപ്പം കറക്ഷൻ ഫാക്ടർ KT ഈസ് ഈക്വൽ ടു നമ്മൾ ഫൗണ്ട് വാല്യൂ, നമുക്ക് കിട്ടിയ വാല്യൂ TR, ക്യാപിറ്റൽ TR മൈനസ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മൈനസ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. ഇതാണ് ഇക്വേഷൻ. അതുപോലെ അടുത്ത് വേറൊന്നാണ് റിക്കവറി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് മെഷേർഡ് വിത്തൗട്ട് എനി ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ പ്രോബ് ടു ദ ഔട്ട്സൈഡ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ഇൻ ദ അഡിയാബാറ്റിക് വാൾ ടെമ്പറേച്ചർ ഇസ് TAW. അതായത് ഇപ്പം ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ, ഒട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അങ്ങനത്തെ ഒരു കേസ്. അപ്പം അതൊരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അല്ലെങ്കിൽ അഡിയാബാറ്റിക് വാൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TAW എന്ന് പറയുകയാണ്. അപ്പം അവിടുത്തെ റിക്കവറി ഫാക്ടർ എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ സെയിം തന്നെ പഴയ ഫോമുല തന്നെയാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ TAW ആണ്. അപ്പം T_AW. അപ്പം RF is equal to TAW minus static temperature by stagnation temperature minus static temperature. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ വെഡ്ജ് പ്രോബാണ്. വെഡ്ജ് പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. അതായത് ഇപ്പം വെലോസിറ്റി ഫ്ലോ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതായത് വെഡ്ജ് പ്രോബ് is used to obtain the direction of the velocity vector. It is important to know the prior velocity direction in order to design the flow
സ്ട്രൈറ്റനിങ് ഡിവൈസ്. നമുക്കിതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനും കൂടെ അറിയണം. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ സെയിം സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു വെഡ്ജ് ഷേപ്ഡ് സംഭവമാണ്, ഒരു ആരോ, നമ്മുടെ കുന്തത്തിൻ്റെ ഷേപ്പാണ്, കുന്തത്തിൻ്റെ ഫ്രണ്ട് ഭാഗം പോലെ ഇരിക്കും. ആ കുന്തത്തിനകത്തോട്ട് നമ്മൾ 2 ട്യൂബ് കാണും. ആ 2 ട്യൂബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ട്യൂബ്. അതിന് നടുക്കായിട്ട് വേറൊരു ട്യൂബ് കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇതിൻ്റെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ സെയിം പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് പോലത്തെ ഒരു സാധനമാണ്. അപ്പം പിന്നെ അടുത്തുള്ള ഷോക്ക് ട്യൂബാണ്. അതായത് ഷോക്ക് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു സബ്സോണിക് ഫ്ലോയെ നമുക്ക് സൂപ്പർ സോണിക് ഫ്ലോ ആക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക്, നമ്മുടെ ഫ്ലോ എയറിലോട്ട് നമ്മൾ ഷോക്ക് കൊടുക്കുന്നത് വഴി അതിൻ്റെ മാക് നമ്പർ കൂടും. അങ്ങനത്തെ ഒരു ഫ്ലോ ആണ്. അതായത് നമ്മൾ മറ്റേ ബാക്കി ഷോക്കിനകത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ സൂപ്പർ സോണിക് ഫ്ലോയാണ് നമ്മൾ ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹൈ വെലോസിറ്റിയിൽ നിന്ന് ലോ മാക് നമ്പറിലോട്ട് കൊണ്ടുവരികയാണ്. ഹൈ മാക് നമ്പറിൽ നിന്ന് ലോ മാക് നമ്പറിലോട്ട് സഡൻലി നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഷോക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഈ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് വഴി നമ്മൾ ആ ഒരു ലോവർ മാക് നമ്പറിലുള്ള സംഭവത്തിന് നമ്മൾ ഹയർ മാക് നമ്പറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ആ പടം കണ്ടല്ലോ, ഒരു ഡയഫ്രം കാണും. ആ ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹൈ പ്രഷർ സൈഡാണ്. എന്നാൽ അതിൻ്റെ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പം ലോ പ്രഷർ സെക്ഷനും പിന്നെ അവിടെ ഒരു ടെസ്റ്റ് സെക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഷോക്ക് വേവ് ഉണ്ട്, മൂവിങ് ഷോക്ക് വേവും ഉണ്ട്. ഹൈ പ്രഷർ സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹൈ പ്രഷർ സെക്ഷൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഓക്കെ, ലോ പ്രഷർ സെക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ വാക്വമാണ്, നിയർലി വാക്വം തന്നെ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ പ്രഷർ സെക്ഷനിലെ പ്രഷറിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മേലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഡയഫ്രം അങ്ങ് പൊട്ടും. ഡയഫ്രം പൊട്ടിയിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോ പ്രഷർ സെക്ഷനിലുള്ള എയറിനെയും എല്ലാം കൂടി എടുത്തുകൊണ്ട് അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഷോക്ക് വേവ് പാസ്സായി പോകും. അപ്പോൾ മോഡൽ ടു ബി ടെസ്റ്റഡ് ഈസ് കെപ്റ്റ് ഇൻ ദ ടെസ്റ്റ് സെക്ഷൻ ലൊക്കേറ്റഡ് ഇൻ ദ ലോ പ്രഷർ. ടെസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ മോഡൽ ടു ബി ടെസ്റ്റഡ് വെക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ടെസ്റ്റിംഗ് സ്ഥലമാണ്. ഇത് മറ്റേ നമ്മുടെ എന്താ പറയുക, വിൻഡ് ടണൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോഡൽസിന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. ഫ്ലൂയിഡ് ടെസ്റ്റ് സിമുലേഷൻ. For operating the shock tube, the pressure in the high pressure section is further increased to rupture the diaphragm. After the rupture, a strong shock wave thus formed moves into the initially stagnant gas in the low pressure section, imparting a high velocity to the gas in the test section. The time of operation in shock tube is very short, generally in terms of millisecond. വളരെ സ്പീഡിൽ അങ്ങ് എന്ത് ചെയ്യും, അതുവഴി അങ്ങ് പോകും. The shock tube helps to create very high Mach number at the test section. Okay, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് ടണലാണ്. ഓക്കെ, വിൻഡ് ടണൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ട് വിൻഡ് ടണലാണ്, ക്ലോസ് സർക്യൂട്ട് വിൻഡ് ടണൽ ഉണ്ട്. ലാസ്റ്റ് സെക്ഷനാണ് മൊഡ്യൂൾ 6-നകത്തുള്ളത്. അപ്പോൾ വിൻഡ് ടണൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്, ക്ലോസ് സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ടിനകത്തിന് നമുക്ക് 2-3 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സബ്സോണിക് ഫ്ലോയുടെ കേസ് ഉണ്ട്, രണ്ടാമത്തെ സൂപ്പർ സോണിക് ഫ്ലോയുടെ കേസ് ഉണ്ട്. എന്നാൽ സൂപ്പർ സോണിക് ഫ്ലോയിനകത്ത് തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് വരുമ്പോഴാണ് നമ്മളതിനെ ക്ലോസ് ടണലിലോട്ട് ചാടിയത്. ഓക്കെ, ക്ലോസിൽ നമുക്ക് സൂപ്പർ സോണിക് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, നിങ്ങൾ ആ പടം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. സബ്സോണിക്കിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സബ്സോണിക്കിനകത്ത് 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 നമുക്ക് ഫാനാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു കംപ്രസറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു ഫാനുണ്ട്. അവരവിടെ ബ്ലോവർ എന്നാണ് വിളിക്കുന്നത്, അല്ല ടെസ്റ്റ് സെക്ഷൻ ഫാൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പുറത്തു നിന്നുള്ള എയറിനെ നമ്മൾ വലിച്ചിട്ട് ഫാൻ വഴി കറക്കിയിട്ട് നമുക്ക് എവിടെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിലോട്ട് വിടും. ആ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർജൻ ഡൈവേർജൻ നോസിലൊക്കെ കാണുമായിരിക്കും. ഒരു ഡൈവേർജൻ നോസിൽ അങ്ങനെ അതിനിടെ ടെസ്റ്റ് സെക്ഷൻ കാണും, പിന്നെ വീണ്ടും കൺവേർജൻ നോസിൽ, പിന്നെ പുറത്തോട്ട് പോകും. അങ്ങനെയാണ്. രണ്ടാമത്തെ കേസിലെന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ എയറിനെ സക്ക് ചെയ്തെടുത്തിട്ട് ഫാൻ യൂസ് ചെയ്ത് നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തു നിന്ന് എയർ. അതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പം സബ്സോണിക് കേസിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം കണ്ടല്ലോ. അപ്പം ആദ്യം എയറിനെ നമ്മൾ ഫാനിൻ്റെ സൈഡിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഒരു ഡിഫ്യൂസറുണ്ട്. അപ്പം വന്ന് കയറുന്ന എയർ അല്ലെങ്കിൽ സബ്സോണിക് എയർ ആണ്, അതിനെ ഫാൻ വെച്ച് ഡ്രൈവ് ചെയ്ത് ഡിഫ്യൂസർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രഷർ വീണ്ടും കൂട്ടുകയാണ്. പ്രഷർ വീണ്ടും കൂട്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലിംഗ് ചേമ്പറിൽ കൊണ്ടുവരുന്നു. ആ സെറ്റിലിംഗ് ചേമ്പറിൽ ഹൈ പ്രഷർ എയറാണ്, ഭയങ്കര ഹൈ പ്രഷർ എയറാണ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയറിനെ ഡിഫ്യൂസർ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഹയർ പ്രഷർ എയറിലോട്ട് കൊണ്ടുപോയതിന് ശേഷം റാം ചെയ്ത് കുറച്ചും കൂടെ ഹയർ പ്രഷർ എയറിലോട്ട് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സെറ്റിലിംഗ് ചേമ്പറിൽ കൊണ്ട് നിർത്തുന്നു. അത് കഴിഞ്ഞ് നോസിലിൽ നിന്ന് വീണ്ടും അതിനെന്ത് ചെയ്യുന്നു, പ്രഷർ കുറയ്ക്കുന്നു. വെലോസിറ്റി അങ്ങനെ കമ്പാരിറ്റീവ്ലി കൂടത്തില്ല, അത്ര വലിയ
അത്ര വലുതായിട്ട് കൂടത്തില്ല. എന്തായാലും മാക് നമ്പർ ഈസ് ലെസ് ദാൻ 1 തന്നെയാണ്. ടെസ്റ്റ് സെക്ഷനിൽ കൊണ്ടുപോകുന്നു. സബ്സോണിക് ആണ്. നമുക്ക് ഇൻപുട്ട് എയറും ഔട്ട്പുട്ട് എയറും സബ്സോണിക് ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നേരെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വന്ന് കയറുന്ന എയർ എന്ന് പറയുമ്പോൾ എന്താണ്, നോസിലിൽ കൂടെ വഴിയാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ സബ്സോണിക് എയറിനെ നോസിൽ വഴി വലിച്ചെടുക്കുകയാണ്. അപ്പം ഇവിടെ ഒരു പറഞ്ഞേക്കുന്നത് ടെസ്റ്റ് സെക്ഷനിൽ പോയി ഇടിക്കുന്നു. മാക് നമ്പർ ലെസ് ദാൻ 1 തന്നെയാണ്. അതിന് ഡിഫ്യൂസർ വഴി വലിച്ചെടുക്കുന്നു. എന്നാൽ മാക് നമ്പർ കൂടുന്നില്ല ഇവിടെ. മാക് നമ്പർ കൂടുന്നേ ഇല്ല ഇവിടെ. ഇനി നമ്മൾ സൂപ്പർ സോണിക് ടൈപ്പ് എടുക്കുവാണെങ്കിൽ നോക്കും, സൂപ്പർ സോണിക് ടൈപ്പാണ് എടുക്കുന്നതെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എയറിനെ കംപ്രസർ വഴിയാണ് വലിച്ചെടുക്കുന്നത്. കംപ്രസർ വഴി വലിച്ചെടുത്തിട്ട് നമ്മൾ റിസർവോയർ കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റിസർവോയർ കണ്ടീഷൻ ചെയ്യുന്ന അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഡീലാവൽ നോസിൽ അല്ലെങ്കിൽ ഒരു കൺവേർജൻ ഡൈവേർജൻ നോസിൽ വഴി പാസ് ചെയ്ത് നേരെ എന്ത് ചെയ്യും, ടെസ്റ്റ് സെക്ഷനിലോട്ട് വരും. ഒരു കൺവേർജൻ ഡൈവേർജൻ നോസിൽ എന്ന് പറയുമ്പം അതിൻ്റെ വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും. മണ്ണൊരു കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ആ ഡൈവേർജൻ സെക്ഷൻ്റെ നീട്ടം നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ഒരു കംപ്രസർ അല്ലെങ്കിൽ അതിനെ മനസ്സിലായില്ലേ, അതാണ് സംഭവിക്കുന്നത് ഇവിടെ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് സർക്യൂട്ടാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഒരുപാട് നോയ്സിയാണ് സംഭവം, പിന്നെ നമുക്ക് സംഭവം എന്ന് പറഞ്ഞാൽ കംപ്രസർ വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതുവഴി. ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കംപ്രസർ വർക്ക് ഔട്ട്പുട്ട് കുറയ്ക്കാൻ പറ്റും. കാരണം അതിന് ഒരു റെസിഡ്യുവൽ കംപ്രഷൻ അല്ലെങ്കിൽ റെസിഡ്യുവൽ ഹൈ പ്രഷർ കാണും. അപ്പോൾ അത് കാരണം രണ്ടാമത് വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് വരുന്ന. ഇപ്പോൾ ഓപ്പൺ സിസ്റ്റവും ക്ലോസ് സിസ്റ്റത്തിന് വ്യത്യാസം അറിയാമല്ലോ. ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് എയർ വീണ്ടും പുറത്ത് കളയാണ് ചെയ്യുന്നത്. എന്നാൽ ക്ലോസ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ എയർ കളയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്യുവർ എയർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇനേർട്ട് ഗ്യാസസിലേക്ക് ആർഗൺ, ഹീലിയോ ഒക്കെ യൂസ് ചെയ്യാം. കാരണം ഈ ഓക്സിജനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടെസ്റ്റ് സെക്ഷനിലും കംപ്രസർ റോട്ടറിലൊക്കെ ഈ എന്താ പറയുക ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വി ക്യാൻ യൂസ് ക്ലോസ് സിസ്റ്റം. അപ്പോൾ ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം കണ്ടല്ലോ, മനസ്സിലായില്ലേ. ഇപ്പോൾ കംപ്രസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ എയറിനെ നമ്മൾ ആദ്യം നോസിൽ വെച്ച് വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ മാക് നമ്പർ ഭയങ്കരമായിട്ട് കൂടും. ടെസ്റ്റ് സെക്ഷനിൽ ഹൈ മാക് നമ്പറാണ്. എന്നിട്ട് വേണം ഡിഫ്യൂസറിൻ്റെ പരിപാടി എന്താണ്, വെലോസിറ്റി കുറയ്ക്കുക, പ്രഷർ കൂട്ടുക. അതാണ് നോസിലിൻ്റെ പരിപാടി. എന്താണ്, പ്രഷർ കുറയ്ക്കുക, വെലോസിറ്റി കൂട്ടുക. അതാണ് പരിപാടി. പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജി ആക്കുക, പ്രഷർ എനർജി ആക്കുക. ഇതാണ് പരിപാടി. എന്നിട്ട് നേരെ കൊണ്ടുവരുന്നു, ഡ്രയറിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രയറിൽ കൊണ്ടുവന്ന് ഡ്രൈ ചെയ്യുക. പിന്നെ കാരണം ടെസ്റ്റ് സെക്ഷനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ്. കൂളറിൽ കൊണ്ട് തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യും, കംപ്രസർ കൊണ്ട് വീണ്ടും കയറ്റി വിടും. പക്ഷേ റെസിഡ്യുവൽ പ്രഷർ ഉള്ളത് കൊണ്ട് കംപ്രസർ വർക്ക് കുറഞ്ഞു കിട്ടും, ദെയർ ബൈ മേക്കിംഗ് ഇറ്റ് മോർ എഫിഷ്യൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മോഡ്യൂൾ 6 ഞാൻ നോക്കിയത് വെച്ച്.